Hi dear students, welcome to Innovations Technical Institute. കേരള PSC ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള PSC എക്സാമിൻ്റെ ഓൺലൈൻ കോഴ്സ് ഇന്നോവേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പോസ്റ്റിൻ്റെ പേര് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നൊക്കെ പറയും. കാറ്റഗറി നമ്പർ വരുന്നത് 48/2026. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്കറിയാം കേരളത്തിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ ഒരുപാട് പോളിടെക്നിക്കുകളുണ്ട്, അതേപോലെ ടെക്നിക്കൽ സ്കൂളുകളുണ്ട്. അപ്പോൾ ഇവിടെ ലാബിലെ പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. ലാബിൽ സ്റ്റുഡൻസിന് എക്സ്പെരിമെൻറ്റ് പറഞ്ഞു കൊടുക്കുക. നല്ല പോസ്റ്റാണ്, നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. ഇതിൻ്റെ സാലറി വരുന്നത് 41,300 to 87,000 ആണ്. ഇനി നമുക്ക് വേക്കൻസി വരുന്നത് ഇപ്പോൾ ഉള്ള ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പം ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വേക്കൻസിയിലോട്ടാണ് ഈ ഒരു എക്സാം PSC നടത്തുന്നത്. ഏജ് ലിമിറ്റ് 18 to 40. ഇനി ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ക്വാളിഫിക്കേഷൻ പോളിടെക്നിക് ഡിപ്ലോമയാണ്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇനി BTech ഉള്ളവർക്കും അതേപോലെ BE ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇക്വലൻ ഓർ ഹയർ ഓപ്ഷൻ വെച്ചിട്ട് BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഇനി ലാസ്റ്റ് നടന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം വിളിച്ചത് 2022. ഇതാണ് അത് കാറ്റഗറി നമ്പർ. എക്സാം നടന്നത് 16/6/2023. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 53.67 ആണ്. അത് മാക്സിമം മാർക്ക് വന്നത് 66.33 ആണ്. ഇനി അന്ന് അഡ്വൈസ് പോയിട്ടുള്ളത് 88 പേർക്കാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് 1/4/2026 ആണ്. ഇപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വേക്കൻസിയിലോട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. വേക്കൻസീസ് എന്തായാലും വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിലബസ് അനുസരിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് കിട്ടും. നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സിലബസ് കഴിഞ്ഞ വർഷത്തെ സിലബസ് പ്രകാരമാണ് നിങ്ങളെ പഠിപ്പിക്കുക. പിന്നെ പുതിയ സിലബസ് വരുമ്പോൾ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഈ ഒരു സിലബസിൽ നമുക്ക് വരുന്നത് 10 മൊഡ്യൂളുകളാണ്. അതിൽ മൊഡ്യൂൾ 1 ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം 10 മാർക്ക്. മൊഡ്യൂൾ 3 ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം 10 മാർക്ക്. മൊഡ്യൂൾ 4 മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് 10 മാർക്ക്. മൊഡ്യൂൾ 5 സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. മൊഡ്യൂൾ 6 വയറിംഗ് ആക്സസറീസ്. മൊഡ്യൂൾ 7 DC മെഷീൻസ്. മൊഡ്യൂൾ 8 AC മെഷീൻസ്. മൊഡ്യൂൾ 9 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. മൊഡ്യൂൾ 10 പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ 10 മൊഡ്യൂൾ. എല്ലാ മൊഡ്യൂളിനും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി ഓരോ മൊഡ്യൂളിലുള്ള കണ്ടന്റ് ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിലും ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് പ്രകാരം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയാണ് ഓൺലൈനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുക. ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പ് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും അതേപോലെ ലാപ്ടോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്ക് അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു ഡിവൈസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ആപ്പ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ക്ലാസ് കാണുന്നത് ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് ആപ്പിൻ്റെ ഫയൽ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്പിലും ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, പിന്നെ എക്സാമുകൾ, ഒരുപാട് എക്സാമുകൾ നമ്മൾ നടത്തും. അപ്പോൾ അതിൽ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാവും, മൊഡ്യൂൾ വൈസ് എക്സാംസ് ഉണ്ടാവും, അതേപോലെ മോഡൽ എക്സാംസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ ബുക്ക് കിട്ടും, റാങ്ക് ഫയൽ കിട്ടും, പ്രിൻറ്റഡ് റാങ്ക് ഫയൽ. ഇതിൽ ഷോർട്ട് നോട്ട്സും ഉണ്ടാവും, 2000-ഓളം MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ കോഴ്സ് എടുക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവണം. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ടൈം ടേബിൾ തരുന്നത്, എക്സാമിൻ്റെ അപ്ഡേഷൻസും എല്ലാം നിങ്ങളെ അറിയിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് എക്സാം വരെയാണ്, അപ് ടു എക്സാം. ഇപ്പോൾ കേരള PSC ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് എക്സാം എന്നാന്ന് പറയാൻ പറ്റില്ല. നമ്മളെ നോട്ടിഫിക്കേഷൻ വന്ന മുതൽ ഒരു 4 മാസം 6 മാസം 8 മാസം ഇങ്ങനെയൊക്കെയാണ് എക്സാം വരിക. അപ്പോൾ ഓരോ കലണ്ടർ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ നിങ്ങൾ അറിയിക്കും എന്നാണ് എക്സാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസ് പ്രകാരം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ കോഴ്സ് എടുത്തവർ പഠിച്ചു തുടങ്ങുക. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.